ഹലോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 സാരിയിലും 2-3 സാരീസിൽ കുറച്ച് ട്രാജഡീസ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ബാലൻസ് 5 സാരി ഡ്രേപ്പ് ചെയ്തതും കാണാം. അതോടൊപ്പം തന്നെ അതിലുണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നു. നമ്മൾ നെറ്റിൽ സാരി എടുക്കുന്ന സമയത്ത്, അതായത് റണ്ണിങ് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ കോൺട്രാസ്റ്റ് എടുക്കാണ്ട് സെയിം കളറിലുള്ള ബ്ലൗസ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഓപ്പൺ വെക്കാതെ ബ്ലൗസിൻ്റെ ബാക്കിലായിട്ട് ഹുക്ക് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നമ്മളൊരു ഫംഗ്ഷന് വേണ്ടി സാരിയോ ഡ്രസ്സോ എന്തെടുക്കുകയാണെങ്കിലും നമ്മൾ ആ ഡേ നമ്മൾ നോക്കാതെ കുറച്ച് ഒരു ഡേ ബിഫോർ ഒന്ന് നോക്കി എല്ലാം ഓക്കെ ആണെന്ന് സെറ്റാക്കി വെക്കുക. ഇവർക്ക് ഡ്രേപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് സാരി ഓപ്പൺ ചെയ്തതിനെ നോക്കുന്നത്. അതായത് 5.5 മീറ്റർ വരേണ്ട സാരി ആകെ 4.5 മീറ്ററേ ഉള്ളൂ. ക്ലയൻറ്റ് പ്രഗ്നൻറ്റും കൂടെ ആയതുകൊണ്ട് എങ്ങനെ ഉടുക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ക്ലയൻറ്റിനെയും കംഫർട്ട് ചെയ്ത് നമ്മൾ ലാസ്റ്റ് അവർക്ക് ഓക്കെ ആവുന്ന രീതിയിൽ തന്നെ ഉടുത്തു. അപ്പോൾ ഇവരുടെ സാരിയിൽ ചെറുതായിട്ട് ഒരു സ്റ്റിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതും പിന്നി വെച്ച് സെറ്റാക്കി കൊടുത്തു. സോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ തലേദിവസം ജ്വൽസ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് വേണ്ട കാര്യം തലേദിവസം തന്നെ സെറ്റാക്കി വെക്കുക. അവരും നിന്ന് പറയാന്നുള്ള റിവ്യൂ ലാസ്റ്റ് തിരക്ക് കാരണം ഒരാൾ മാത്രമേ റിവ്യൂ പറഞ്ഞുള്ളൂ. അപ്പോൾ നമുക്കത് റിവ്യൂ എന്താണെന്ന് മൈക്ക് എടുക്കാൻ മറന്നുകൊണ്ട് തന്നെ റിവ്യൂ ഇട്ട വീഡിയോയിൽ കുറച്ച് നോയ്സ് ഉണ്ടാവും, അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. സാരി എടുത്ത് ഇഷ്ടമായോ? അടിപൊളിയായിട്ട് നല്ല രസം കഴിഞ്ഞു.